ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കോട്ടയം എരുമേലിയിൽ നിന്നുള്ള കുറച്ച് യൂസ്ഡ് കാർസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് ലൊക്കേഷൻ വരുന്നത് എരുമേലി റാന്നി റൂട്ടിൽ എരുമേലി ടൗണിൽ നിന്ന് ഒരു 300 മീറ്റർ മാറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുന്ന വാഹനം 2011 മോഡൽ ഹ്യുണ്ടായി i10 1.2 പെട്രോൾ എഞ്ചിൻ വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം 74,000 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയിട്ടുള്ള ഈ വാഹനത്തിന്റെ സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് എയർ കണ്ടീഷൻ, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ABS, എയർ ബാഗ്, ഇൻബിൽഡ് സ്റ്റീരിയോ, റിയർ വൈപ്പർ, സൺറൂഫ് എന്നിവയാണ്. സർവീസ് ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. അതുപോലെ ഇന്റീരിയർ എല്ലാം നീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റ്സോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ സംഭവിച്ചിട്ടില്ല. സ്പെയർ കീ അവൈലബിൾ ആണ്. 2011 മോഡൽ ഹ്യുണ്ടായി i10 എന്ന ഈ വാഹനത്തിന് ചോദിക്കുന്ന വില 2,90,000 രൂപയാണ്. ഇൻബിൽഡ് സ്റ്റീരിയോ ആണ് വന്നിട്ടുള്ളത്. സീറ്റ് കവറുകളെല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയിട്ടുള്ള 2011 മോഡൽ i10 എന്ന ഈ വാഹനത്തിന്റെ 4 ടയറുകളും പുതിയതാണ് വന്നിട്ടുള്ളത്. ഈ വാഹനത്തിന് ചോദിക്കുന്ന വില 2,90,000 രൂപ. അടുത്തതായി 2014 മോഡൽ മാരുതി സുസുക്കി ആൾട്ടോ LXi. ഈ വാഹനം സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് എയർ കണ്ടീഷൻ, ഇൻബിൽഡ് സ്റ്റീരിയോ, സെൻട്രൽ ലോക്കിംഗ്, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ എന്നിവയാണ്. കമ്പനി സർവീസ് ഉള്ള വാഹനമാണ്. സർവീസ് ബുക്ക് അവൈലബിൾ ആണ്. പുതിയ 4 ടയറുകളാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. 2014 മോഡൽ മാരുതി സുസുക്കി ആൾട്ടോ K10 LXi എന്ന ഈ വാഹനത്തിന് ചോദിക്കുന്ന വില 2,30,000 രൂപയാണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് 2013 മോഡൽ നിസാൻ സണ്ണി XV എന്ന വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം 1 lakh above കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ്. സർവീസ് ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. സർവീസ് ബുക്ക് അവൈലബിൾ ആണ്. ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ് വീൽ, എയർ കണ്ടീഷൻ, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, എയർ ബാഗ്, ABS. 2013 മോഡൽ നിസാൻ സണ്ണി XVയുടെ വില 3,40,000 രൂപ. അടുത്തതായി നോക്കുന്നത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് VDI ഡീസൽ എന്ന വാഹനമാണ്. 1,00,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വന്നിട്ടുള്ള ഈ വാഹനത്തിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഭാഗങ്ങൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ വാഹനം ഡീസൽ വേരിയന്റ് ആണ്. സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. പുതിയ 4 ടയറുകൾ വന്നിട്ടുള്ള ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, ABS, എയർ ബാഗ് എന്നിവയാണ്. സ്പെയർ കീ അവൈലബിൾ ആണ്. മറ്റ് കംപ്ലൈൻറ്റ്സോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ സംഭവിച്ചിട്ടില്ല. സർവീസ് ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. 4 പുതിയ ടയറുകളാണ് വരുന്നത്. ഈ വാഹനത്തിന് ചോദിക്കുന്ന വില 5 ലക്ഷം രൂപ. അടുത്തതായി സ്വിഫ്റ്റ് ഡിസയർ VDI. 1,15,000 കിലോമീറ്റർ സഞ്ചരിച്ച വാഹനമാണ് ഇത്. ഫുൾ ഓപ്ഷൻ വാഹനമാണ്. പുതിയ 4 ടയറുകളാണ് വരുന്നത്. ഫ്യൂവൽ ഡീസൽ ആണ് വരുന്നത്. ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഈ സ്വിഫ്റ്റ് ഡിസയറിന്റെ മറ്റ് ഫീച്ചേഴ്സ് AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, എയർ ബാഗ്, ABS എന്നിവയാണ്. ഈ വണ്ടിക്ക് കംപ്ലൈൻറ്റ്സോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ സംഭവിച്ചിട്ടില്ല. ഈ വാഹനത്തിന് ചോദിക്കുന്ന വില 5,25,000 രൂപ. 2010 മോഡൽ മാരുതി സുസുക്കി ഒമിനി. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം 1,00,000 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. വാഹനത്തിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. പുതിയ സീറ്റ് കവറുകളാണ് വാഹനത്തിന് വരുന്നത്. സർവീസ് ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. സ്പെയർ കീ അവൈലബിൾ ആണ്. ഈ വാഹനത്തിന് ചോദിക്കുന്ന വില 1,20,000 രൂപ. അടുത്തത് മാരുതി സുസുക്കി സെലേറിയോ 2016 മോഡൽ VXi. 1,03,000 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുള്ള വാഹനത്തിന്റെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഭാഗങ്ങൾ ഹൈലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. ഈ വാഹനത്തിന്റെ കംപ്ലീറ്റ് സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഈ വാഹനത്തിന് ചോദിക്കുന്ന വില 3,60,000 രൂപ. 2018 മോഡൽ മാരുതി സുസുക്കി വാഗണർ VXi. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. 4 പുതിയ ടയറുകളാണ് ഈ വാഹനത്തിന് വരുന്നത്. സർവീസ് ബുക്ക്, സ്പെയർ കീ അവൈലബിൾ ആണ്.
ഈ വാഹനത്തിന്റെ മറ്റ് ഫീച്ചേഴ്സ് AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, എയർ ബാഗ്, ABS എന്നിവയാണ്. ഈ വാഹനം 2014 പെർമിറ്റ് ടവേര LS ആണ്. സെക്കൻഡ് ഓണർഷിപ്പായ ഈ വാഹനം 1,65,000 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. പുതിയ ഇൻഷുറൻസ് ആണ് വരുന്നത്. മറ്റ് കംപ്ലൈൻസോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ ഇല്ല. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്യുന്ന വാഹനമാണ്. 4 പുതിയ ടയറുകളാണ് ഈ വാഹനത്തിന് വരുന്നത്. ഈ വാഹനത്തിന് ചോദിക്കുന്ന വില 4,70,000 രൂപ. 2013 മോഡൽ മഹേന്ദ്ര ബൊലോറോ XLX. 1,00,000 കിലോമീറ്റർ ഓടിയ വാഹനത്തിന്റെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. കംപ്ലൈൻറ്റ്സ്, ആക്സിഡൻറ്റ്സ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ വാഹനത്തിന് ചോദിക്കുന്ന വില 4,50,000 രൂപയാണ്. നാല് പുതിയ ടയറുകളാണ് ഈ വാഹനത്തിനുള്ളത്. അശോക് ലൈലാൻഡിന്റെ ബഡാദോസ് i4 LX എന്ന വാഹനമാണിത്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം വെറും 9,000 കിലോമീറ്റർ മാത്രമാണ് സഞ്ചരിച്ചിട്ടുള്ളത്. 2023 മോഡൽ അശോക് ലൈലാൻഡിന്റെ ബഡാദോസ് i4 LX എന്ന വാഹനമാണിത്. ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ്: AC, പവർ സ്റ്റിയറിംഗ്, ഇൻസുലേറ്റർ 56 ബോക്സ്, പുതിയ 4 ടയറുകൾ, കമ്പനി സർവീസ്, ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നീറ്റ് മെയിൻറ്റെയിൻഡ്, മറ്റ് കംപ്ലൈൻസോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ സംഭവിച്ചിട്ടില്ല, വൃത്തിയുള്ള സീറ്റ് കവർ. 2023 മോഡൽ. വെറും 9,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം സഞ്ചരിച്ചിട്ടുള്ളത്. ABS, സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക് എന്നീ ഫീച്ചേഴ്സും ഈ വാഹനത്തിന് അവൈലബിൾ ആണ്. സ്റ്റെപ്പിനി ടയർ അടക്കം എല്ലാ ടയറുകളും പുതിയതാണ് ഈ വാഹനത്തിന്റെ. ഈ വാഹനത്തിന്റെ കപ്പാസിറ്റി 56 ഇൻസുലേറ്റർ ബോക്സ് ആണ്. ഈ വാഹനത്തിന് ചോദിക്കുന്ന റേറ്റ് 13 ലക്ഷം രൂപയാണ്. ലോൺ അവൈലബിൾ ആണ്. (2020) മോഡൽ സൂപ്പർ ക്യാരി എന്ന മാരുതി സുസുക്കിയുടെ വാഹനമാണിത്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം 27,000 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. കമ്പനി സർവീസ് ആണ്. സ്പെയർ കീ അവൈലബിൾ ആണ്. 4 പുതിയ ടയറുകളാണ് വന്നിട്ടുള്ളത്. ഈ വാഹനത്തിന് ചോദിക്കുന്ന വില 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപയും ലോൺ ചെയ്യാൻ സാധിക്കും. പുതിയ 4 ടയറുകളാണ് ഈ വാഹനത്തിന് വരുന്നത്. നീറ്റായിട്ടുള്ള ഇന്റീരിയർ ആണ് ഈ വാഹനത്തിനുള്ളത്. നമ്മൾ ഇന്ന് പരിചയപ്പെട്ട എല്ലാ വാഹനങ്ങൾക്കും ലോൺ അറേഞ്ച്മെന്റ് ചെയ്യാൻ സാധിക്കും. ഈ വാഹനങ്ങളുടെ എല്ലാം കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി ഞാൻ താഴെ കോൺടാക്ട് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. ആ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കോൾ ചെയ്താൽ അറിയാൻ പറ്റുന്നതാണ്.